Now let us see about return statement. റിട്ടേൺ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നോക്കാം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് രണ്ട് പ്രധാനപ്പെട്ട യൂസസ് ഉണ്ട്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഹാസ് ടു ഇമ്പോർട്ടന്റ് യൂസസ്. It can be used for an immediate exit from the function it is in. അതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ for immediate exit from function. പിന്നെ വരുന്ന യൂസ് എന്ന് പറയുന്നത് to return a value. സോ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫംഗ്ഷനിലാണോ ഇരിക്കുന്നത് അവിടെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അതല്ല വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷനിൽ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി യൂസ് ദ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. So the two main uses or important uses of return statement are, first is it can be used for an immediate exit from the function it is in. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഇരിക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ് ടു റിട്ടേൺ എ വാല്യൂ. ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാനും യൂസ് ചെയ്യാം. സോ സിന്റാക്സ് എങ്ങനെയാണ്? റിട്ടേൺ എക്സ്പ്രഷൻ, ഇങ്ങനെയാണ് അതിന്റെ സിന്റാക്സ് വരുന്നത്. റിട്ടേൺ expression. An empty return statement without expression is recommended in cases where function is not returning any value. ഒരു ഫംഗ്ഷൻ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ you have to use an empty statement. So empty statement എപ്പോൾ യൂസ് ചെയ്യുന്നു? If not returning any value. വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ ഒരു empty statement യൂസ് ചെയ്യാം. അതായത് void ആണ് നമ്മുടെ ഡേറ്റ ടൈപ്പ് എങ്കിൽ ഫംഗ്ഷൻ വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമുക്കൊരു empty statement കൊടുക്കാം. റിട്ടേൺ എന്നിട്ട് ബ്രാക്കറ്റ് മാത്രം കൊടുത്ത് empty statement. So that's about return statement. Next is ഫംഗ്ഷൻ കോൾ. നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ അതിന് കൊടുത്തിരിക്കുന്ന ടാസ്ക് എപ്പോഴാണ് അത് പെർഫോം ചെയ്യുന്നത്? ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ ഫംഗ്ഷൻ അതിന് പറഞ്ഞിരിക്കുന്ന ടാസ്ക് പെർഫോം ചെയ്യൂ. When a function is defined in a program, it can be accessed from anywhere within that program. ഒരു പ്രോഗ്രാമിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാമിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും ആ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാം. സോ നമ്മൾ ആ ഫംഗ്ഷനെ ആക്സസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ മീൻസ് ആക്സസിങ് എ ഫംഗ്ഷൻ. Then it can be done from any part of the program. ഒരു ഫംഗ്ഷനെ നമ്മളൊരു പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രോഗ്രാമിന്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഈ ഫംഗ്ഷനെ ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് വിളിക്കുന്നത്. So a function call consists of function name followed by list of arguments enclosed in parentheses separated by comma. A function call can appear as a simple expression statement or as operand with an expression. If the function does not require any argument, set of empty parentheses must follow the function name. ഇനി function call ൽ വരുന്ന എന്താണ്? function call നകത്ത് function name plus list of arguments. ഈ list of arguments ബ്രാക്കറ്റ്സിനകത്ത് എൻക്ലോസ് ചെയ്യണം, separated by comma. enclosed in parenthesis എന്ന് പറയുന്നത് സിമ്പിൾ ബ്രാക്കറ്റ് ആണ്.
enclosed in parenthesis, separated by comma. Parenthesis നമ്മൾ ഫംഗ്ഷൻ കോളിനകത്ത് എന്തെല്ലാം ഉൾപ്പെടും? ഫംഗ്ഷൻ നെയിം വരും, followed by list of arguments enclosed in parenthesis and separated by comma. ഇനി ഫംഗ്ഷൻ കോൾ ഏതെല്ലാം രീതിയിലാകാമെന്ന് നോക്കാം. ഫംഗ്ഷൻ കോൾ can appear as simple expression statement. ഇതിന്റെ പല ഫോംസ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ സിമ്പിൾ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്, ഒരു എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. സിമ്പിൾ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്. വേറൊരു ഫോം എന്ന് പറഞ്ഞാൽ ഓപ്പറാൻഡ് വിത്തിൻ ആൻ എക്സ്പ്രഷൻ, ഓപ്പറാൻഡ് വിത്തിൻ ഒരു എക്സ്പ്രഷനിലെ ഓപ്പറാൻഡ് ആയിട്ട് ഫംഗ്ഷൻ കോൾ വരാം. സോ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ എക്സ്പ്രഷൻ, ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും വരാം, അതല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനകത്ത് ഓപ്പറാൻഡ് ആയിട്ടും വരാം. ഇനി ഫംഗ്ഷനകത്ത് ആർഗ്യുമെന്റ്സ്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെന്റ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ empty parenthesis പ്രൊവൈഡ് ചെയ്യണം. ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ആർഗ്യുമെന്റ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? empty brackets കൊടുക്കണം. ഈ ഫംഗ്ഷൻ കോളിന്റെ കൂടെ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സ്, ഇതിനെയാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കും. ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കും. ഫംഗ്ഷൻ കോളിന്റെ കൂടെ വരുന്ന ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സിനെ actual arguments എന്ന് വിളിക്കും. The arguments that appear in the first line of function definition are called formal arguments. Function definitionന്റെ first lineൽ വരുന്ന formal arguments, function callൽ function name കഴിഞ്ഞ് വരുന്നത് actual arguments ആണ്. Now argumentsനെ parameters എന്നും വിളിക്കും. Arguments പിന്നെ parameters എന്നും വിളിക്കും. So function callന്റെ കൂടെ വരുന്ന ആക്ച്വലും function definitionൽ വരുന്നത് ഫോർമൽ. The list of actual arguments in function call should have a one-to-one match with the respective formal arguments in the function definition. അതായത് ഫംഗ്ഷൻ കോളിൽ നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സും ഫംഗ്ഷൻ ഡെഫിനിഷനിൽ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സിനും 1-to-1 മാച്ച് ഉണ്ടായിരിക്കണം. അതായത് ഫംഗ്ഷൻ കോളിൽ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് കൊടുക്കുമ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ഫംഗ്ഷൻ കോളിലും ഫംഗ്ഷൻ ഡെഫിനിഷന്റെ കൂടെ ഫോർമൽ ആർഗ്യുമെന്റ്സും കൊടുക്കും. രണ്ടിനും 1-to-1 മാച്ച് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ സപ്പോസ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, ഈ ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന ആർഗ്യുമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് വേണം ഫോർമൽ ആർഗ്യുമെന്റ്സിന്റെ ലിസ്റ്റിൽ കൊടുക്കാൻ. രണ്ടും ഒരേ ഡേറ്റ ടൈപ്പും ആയിരിക്കണം. അപ്പോൾ 1, 2, 3 3 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം പാസ് ചെയ്യുന്നത് ഡബിൾ, സെക്കൻഡ് ഇൻറ്റിജർ, തേർഡ് ചാർ ആണെങ്കിൽ ഫോർമലിനകത്തും ഡബിൾ, ഇൻറ്റിജർ, ചാർ എന്നുള്ള ഓർഡറിൽ തന്നെ കൊടുക്കണം. പിന്നെ നമ്മൾ ആദ്യം പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആയിരിക്കണം ഫോർമൽ പാരാമീറ്റേഴ്സിൽ വരുന്ന ഫസ്റ്റ് വൺ. അതാണ് പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെന്റ്സും ഫോർമൽ ആർഗ്യുമെന്റ്സും തമ്മിൽ 1-to-1 മാച്ച് ഉണ്ടായിരിക്കണം. ആക്ച്വൽ ആർഗ്യുമെന്റ്സും ഫോർമൽ ആർഗ്യുമെന്റ്സും തമ്മിൽ 1-to-1 മാച്ച് ഉണ്ടായിരിക്കണം. സോ ഇതാണ് ഫംഗ്ഷൻ കോളിനെ കുറിച്ച് അറിയേണ്ട കാര്യം. ഇനി അടുത്ത വരുന്നു ഫംഗ്ഷൻ ഡിക്ലറേഷൻ. There may be some situations when function call is made before function definition. In such cases, there must be a function declaration in the calling portion of the program or prior to that. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു ഫംഗ്ഷനെ നമുക്ക് മെയിനിന് മുമ്പോ മെയിനിന് ശേഷമോ കോൾ ചെയ്യാമെന്ന് പറയും.
a function can be called in any part of the program. അല്ല സോറി, ഫംഗ്ഷനെ നമുക്ക് മെയിനിന് മുമ്പോ മെയിനിന് ശേഷമോ ഡിഫൈൻ ചെയ്യാമെന്നുണ്ട്. A function can be defined before or after main but not within main. മെയിനിനകത്ത് കയറി ഡിഫൈൻ ചെയ്യുന്നതേ ഉള്ളൂ. മെയിനിന് മുൻപോ മെയിനിന് ശേഷമോ നമുക്ക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ നമുക്ക് പ്രോഗ്രാമിന്റെ ഏത് ഭാഗത്ത് നിന്നും കോൾ ചെയ്യാമെന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷന് മുമ്പേ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണെങ്കിൽ, if you are calling a function before its definition, if a function is called before its definition, function definition മുമ്പേ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണെങ്കിൽ, the function must be declared in the calling portion or prior to that. അങ്ങനെയാണെങ്കിൽ function must be declared. function എവിടെ ഡിക്ലെയർ ചെയ്യണം? in the calling portion or prior to that. നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പേ അതിനെ കോൾ ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പേ ഫംഗ്ഷനെ കോൾ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു ഡിക്ലെയർ ദ ഫംഗ്ഷൻ. സോ നമ്മൾ അങ്ങനെ കോൾ ചെയ്യുമ്പോൾ കോൾ ചെയ്യുന്ന സമയത്തോ കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ടോ ഫംഗ്ഷനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ക്ലിയർ? So declaration informs the compiler that the function will be accessed before it is defined. So എന്താണ് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ നടത്തുമ്പോൾ കമ്പൈലറിന് ഒരു നോട്ടീസ് കൊടുക്കുവാണ്, ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈലറിന് ഒരു ഇൻഫർമേഷൻ കിട്ടും, ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ആക്സസ് ചെയ്യാൻ പോവുകയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, സോ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ കമ്പൈലർ വിൽ ഗെറ്റ് the information that the function will be accessed before it is defined. Now, function declaration is written on as the first line of function definition followed by semicolon. നമ്മൾ function declaration എഴുതുവാണെങ്കിൽ it is same as first line of function definition followed by semicolon. So function definition ന്റെ ഫസ്റ്റ് ലൈൻ എഴുതുന്നത് പോലെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷനും എഴുതുന്നത്. പക്ഷെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് എഴുതുന്നതെങ്കിൽ സെമികോളൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. int sample int a, int b. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇഫ് യു ആർ കോളിംഗ് എ ഫംഗ്ഷൻ ബിഫോർ ഡിഫൈനിങ് ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ യു ഹാവ് ടു ഡിഫൈൻ ദ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഡിക്ലെയർ ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷന് മുമ്പേ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാനോ കോൾ ചെയ്യാനോ അതായത് കോൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യണം. എവിടെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ കോൾ ചെയ്യുന്നിടത്ത് ഡിക്ലെയർ ചെയ്യാം, അതല്ലെങ്കിൽ കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യാം. ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ഫംഗ്ഷൻ ഡെഫിനിഷനിലെ ഹെഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ എങ്ങനെയാണോ എഴുതുന്നത് അതേ വിധമാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതുന്നത്. ബട്ട് a function declaration is followed by a semicolon. ഫംഗ്ഷൻ ഡെഫിനിഷനിലെ ഹെഡിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ എഴുതുന്നത് പോലെ തന്നെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതുന്നത്. പക്ഷേ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് എഴുതുന്നെങ്കിൽ ലാസ്റ്റ് ഒരു സെമി കോളനും കൂടെ പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ? സോ ഫംഗ്ഷൻ ഡിക്ലറേഷൻ is necessary if a function is called before it is defined. So function declaration provide ചെയ്താൽ അത് എന്തിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? when you are providing function declaration, the compiler gets the information that a function is accessed before it is defined. നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊടുക്കുമ്പോൾ
കമ്പൈലറിന് ഒരു ഇൻഫർമേഷൻ കിട്ടും. എന്ത് ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്? നമ്മളൊരു ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ പോവാണ്, അതിന് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആക്സസ് ചെയ്യാൻ പോവാണെന്നുള്ള ഇൻഫർമേഷൻ കമ്പൈലറിന് കിട്ടും. ക്ലിയർ? സോ ദിസ് ഇസ് അബൌട്ട് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. സോ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള പ്രോഗ്രാം എഴുതാം. ഇപ്പൊ ഇനി നമുക്ക് പ്രോഗ്രാമിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും കൂടെ ഉൾപ്പെടുത്തി എഴുതാൻ പറ്റും. So you have to keep in mind all these aspects when you are writing a program with a user defined function.